ന്യായാധിപന്മാർ 18-ാം അധ്യായം. അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ ആകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരെ കഴിവുറ്റ 5 പേരെ ദേശം ഉറ്റുനോക്കുന്നതിനയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിക്കുവാൻ. അവർ മലനാടായ എഫ്രൈമിൽ മീഖായുടെ വീട്ടിലെത്തി. അവിടെ താമസിച്ചു. മീഖായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവൽ ലേവ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവൻ അടുത്തു ചെന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാര്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിൽ എന്താണ്? അവൻ പറഞ്ഞു, മീഖാ ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവന്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോനിൽ നിന്ന് അകലെ താമസിച്ചിരുന്ന ഇവർക്ക് ആരുമായി സമ്പർക്കമില്ലായിരുന്നു. സോറായിലും എക്സ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവൻ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു. വളരെ ഫലപുഷ്ടമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനതയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ ഒന്നിലും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എസ്താവോലിലും നിന്ന് പുറപ്പെട്ടു. അവൻ യൂദയായിലെ കിരിയാത്ത് യെയാറിമിൽ ചെന്ന് പാളയം പഠിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അത് കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറാണ്. അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് കടന്ന് മീഖായുടെ ഭവനത്തിലെത്തി. ലായിഷ് ദേശത്തിന്റെ ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തു വിഗ്രഹവും ഒരു പാർപ്പ വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാൻ. അവർ തിരിഞ്ഞു മീഖായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിന്റെ അടുത്ത് ചെന്ന് കുശലം ചോദിച്ചു. പടുകൂപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ പടിവാതിൽക്കൽ നിന്നു. ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹങ്ങളും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ വിഗ്രഹങ്ങളും എടുത്തു. ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം നിൽക്കുകയായിരുന്നു. അവർ മീഖായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തു വിഗ്രഹങ്ങളും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ വിഗ്രഹങ്ങളും എടുത്തപ്പോൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു. അവൻ പറഞ്ഞു, മിണ്ടരുത്. വായ്പൊത്തി ഞങ്ങളുടെ കൂടെ വരിക. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാവുക. ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിലെ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തു വിഗ്രഹങ്ങളും എടുത്ത് അവരോട് കൂടെ പോയി. അവൻ അവിടെ നിന്ന്